എങ്ങനെയാണോ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് പറയുന്ന ഒരു മോഡലായിട്ടായിരുന്നു നമ്മുടെ തോംസൺ അറ്റോമിക് സ്ട്രക്ചറിനെ എക്സ്പ്ലെയിൻ ചെയ്തത്. ആൻഡ് ദിസ് ഇലക്ട്രോൺസ് present in the plum in the pudding is made of negative charge. സി സംഭവം ഒന്നുമില്ല. നമ്മുടെ ആറ്റം എന്ന് പറയുന്നത് ഇതേപോലെ ഒരു സ്പിയറാണ്. ഓക്കെ, ഈ സ്പിയറിൻ്റെ അകത്ത് കംപ്ലീറ്റ്ലി പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള ഒരു സ്പിയർ, പോസിറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള ഒരു സ്പിയർ. ആ സ്പിയറിൻ്റെ അകത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നെഗറ്റീവ് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കണ്ടോ നമ്മുടെ കേക്കിൻ്റെ അകത്ത് പ്ലം എങ്ങനെയാണോ കിടക്കുന്നത് ആ രീതിയിൽ ഇവിടെ പ്ലം എങ്ങനെയാണോ കിടക്കുന്നത് ആ രീതിയിൽ ഇവിടെ നെഗറ്റീവ് ചാർജ് ഇടയ്ക്കിടയ്ക്കായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ രീതിയിലായിരുന്നു ഏറ്റവും ആദ്യം തോംസൺ മോഡൽ അറ്റോമിക് സ്ട്രക്ചറിനെ ഡിഫൈൻ ചെയ്തത്. ഓക്കെ, ദർ ഇസ് എ സ്പിയർ ഓഫ് ആറ്റം മേഡ് അപ്പ് ഓഫ് പോസിറ്റീവ് ചാർജ്ഡ് മാറ്റർ ആൻഡ് ദർ ഈസ് നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺസ് ഓൾസോ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ടു ദ സ്പിയർ. ക്ലിയർ? ഇനി മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പ്ലം പുഡിംഗ് മോഡൽ എന്നാണ് തോംസൺ ഫസ്റ്റ് അറ്റോമിക് മോഡലിനെ പറ്റി പറയുന്നത്. അതേപോലെ വാട്ടർമെലൺ മോഡൽ എന്നും പറയും. കാരണം നമ്മുടെ പ്ലം മോഡൽ എന്ന് പറയുമ്പോൾ ഒരു വാട്ടർമെലനാണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. സോ ഈ വാട്ടർമെലൻ്റെ അകത്ത് ഉള്ള ആ ഫ്ലഷ് ഉള്ള ഭാഗം, ഓക്കെ, ആ റെഡ് ആയിട്ടിരിക്കുന്ന ഭാഗമാണ് നമ്മുടെ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള മാറ്റർ. ഇൻ നെഗറ്റീവ്ലി ചാർജ്ഡ് മാറ്റർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമുക്ക് കാണുന്നില്ലേ, നമ്മൾ ഇതിൻ്റെ സീഡ് കാണുന്നില്ലേ, ഈ സീഡായിട്ടാണ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ആറ്റംസ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിനെ പ്ലം പുഡിംഗ് മോഡൽ എന്നും പറയുന്നുണ്ട്, അതേപോലെ തന്നെ വാട്ടർമെലൺ മോഡൽ എന്നും പറയുന്നുണ്ട്. ഓക്കെ, ദിസ് ഇസ് സിംപ്ലി ബിക്കോസ് ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ് ഇൻ ആൻ ആറ്റം. ഓക്കെ, സോ ഈ കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. ഇനി സി റുദർഫോർഡ് അറ്റോമിക് മോഡൽ. അപ്പോൾ രണ്ട് അറ്റോമിക് മോഡലാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് തോംസൺ മോഡൽ, സെക്കൻഡ് വൺ അറ്റോമിക് മോഡൽ ഓഫ് റുദർഫോർഡ്. സോ റുദർഫോർഡ് അറ്റോമിക് മോഡലിനകത്ത് നമ്മൾ പഠിക്കുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. സോ ദർ ഇസ് എഫക്ട് ഓഫ് ആൽഫ പാർട്ടിക്കിൾസ് ഓൺ ദ മാറ്റർ. ഓക്കെ, ഇന്ന് കുറേ ആൽഫ പാർട്ടിക്കിൾസിനെ പറ്റി നമ്മുടെ റുദർഫോർഡ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, അതിനെപ്പറ്റി പഠിക്കുന്നുണ്ട്. ആൻഡ് ദ ആൽഫ പാർട്ടിക്കിൾസിനെ നെയിം ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. ആൽഫ പാർട്ടിക്കിൾസ് ആർ ഹീലിയം ന്യൂക്ലിയൈ വിച്ച് ക്യാൻ ബി ഒബ്റ്റൈൻഡ് ദ റിമൂവൽ ഓഫ് 2 ഇലക്ട്രോൺ ഫ്രം ദ ഹീലിയം. നമ്മുടെ ഹീലിയം ആറ്റത്തിൽ നിന്ന്, ഓക്കെ, ഹീലിയം എന്ന് പറയുന്ന ഗ്യാസ് ആണ്. ഓക്കെ, ഇതിൻ്റെ ആറ്റത്തിൽ നിന്ന് 2 നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസിനെ നമ്മൾ എടുത്ത് മാറ്റുമ്പോൾ എന്താണോ കിട്ടുന്നത് അതാണ് നമ്മുടെ ആൽഫ പാർട്ടിക്കിൾസിൻ്റെ ഓരോ നേച്ചർ നമുക്ക് പഠിക്കാം. ഓക്കെ, ദെൻ നമ്മുടെ ഹാൻസ് ഹേഗർ അല്ലെങ്കിൽ റുദർഫോർഡിൻ്റെ ടെക്നീഷ്യനാണ്, അതേപോലെ റുദർഫോർഡിൻ്റെ മറ്റൊരു സ്റ്റുഡൻ്റ് ആണ്. ഇവർ ഒരു എക്സ്പെരിമെൻറ്റ് നടത്തി, ദാറ്റ് ഈസ് കോൾഡ് ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ് ആൻഡ് ദിസ് ലീഡ്സ് ടു ദ ഫെയിലിയർ ഓഫ് തോംസൺ മോഡൽ ഓഫ് ആറ്റം. അപ്പോൾ തോംസന്റെ പ്ലം പുഡിംഗ് മോഡൽ അത്ര കറക്റ്റ് അല്ല, റുദർഫോർഡ് ആറ്റം മോഡലാണ് കുറച്ചുകൂടെ കറക്റ്റ് എന്ന് പിന്നീടുള്ള ആൽഫ റേ എക്സ്പെരിമെന്റിൽ നമുക്ക് മനസ്സിലായി. സോ ഈ ഒരു സ്ലൈഡിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, സെക്കൻഡ് മോഡൽ ഓഫ് ആറ്റം പ്രപ്പോസ്ഡ് ബൈ റുദർഫോർഡ് ആൻഡ് റുദർഫോർഡ് ആറ്റം മോഡൽ ഈസ് ബേസ്ഡ് ഓൺ ദ ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്. ഇത് മാത്രം ഓർത്താൽ മതി. സോ നമുക്ക് ഈ എക്സ്പെരിമെന്റ് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഈ എക്സ്പെരിമെന്റിനെ വെച്ച് നോക്കുമ്പോൾ ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് എന്ന് വെച്ചാൽ സി നമ്മളിവിടെ ഈ എക്സ്പെരിമെന്റ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് ഇവിടെയാണ് നമ്മുടെ ആൽഫ റേ ബീം ഓഫ് ആൽഫ റേസ് നമ്മൾ ഇവിടെ നിന്നാണ്, അതിന്റെ സോഴ്സ് ആണ് ഇത്. ഓക്കെ, അതേപോലെ തന്നെ നമ്മളൊരു സർക്കുലർ ഫ്ലൂറസെന്റ് സ്ക്രീൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. then അതിന് ശേഷം ഒരു ടിൻ ഗോൾഡ് പ്ലേറ്റ് അല്ലെങ്കിൽ ഒരു ഗോൾഡ് ഫോയിൽ നമ്മൾ ഈ പറയുന്ന ഫ്ലൂറസെന്റ് സ്ക്രീനിന്റെ അകത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു ഡെഫിനറ്റ് ഡിസ്റ്റൻസിലാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ, ഒരു ആൽഫ പാർട്ടിക്കിൾസിന്റെ ഒരു സോഴ്സ്, ഓക്കെ, അതേപോലെ തന്നെ ഒരു സർക്കുലർ ഫ്ലൂറസെന്റ് ഗ്രീൻ സ്ക്രീൻ, പിന്നെ അതേപോലെ അതിൻ്റെ അകത്ത് ഡെഫിനറ്റ് ഡിസ്റ്റൻസിൽ നമ്മൾ വെച്ചിട്ടുള്ള ഒരു തിൻ ഗ്ലാസ് ഫോയിൽ. അപ്പം ഇവിടെ എന്ത് നടക്കും എന്നുള്ളതാണ്
ഈ എക്സ്പെരിമെന്റ് വഴി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. സോ ഈ പറയുന്ന എക്സ്പെരിമെന്റിന്റെ റിസൾട്ട് എന്ന് വെച്ചാൽ ഈ പറയുന്ന നിങ്ങൾ നോക്കിക്കേ, നമ്മുടെ ഈ ആൽഫ പാർട്ടിക്കിൾസിന്റെ സോഴ്സിൽ നിന്നും ആൽഫ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യാണ്. ഓക്കെ, ആൽഫ പാർട്ടിക്കിൾസ് മൂവ് ചെയ്ത് നമ്മുടെ ഗോൾഡ് ഫോയിലിലേക്ക് ടച്ച് ചെയ്യും. ഓക്കെ, അങ്ങനെ ഗോൾഡ് ഫോയിലിലേക്ക് ടച്ച് ചെയ്യുമ്പോൾ അവിടെ 3 രീതിയിലാണ് പാർട്ടിക്കിൾസ് ബിഹേവ് ചെയ്യുന്നത്. മീൻസ് പാർട്ടിക്കിളിന്റെ പാത്ത് 3 രീതിയിലാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഒന്ന്, ഈ ആൽഫ റേസ് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് തന്നെ ഈ പറയുന്ന ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിലേക്ക് വന്ന് പതിക്കും. ഓക്കെ, 2, ചിലർ ഇതുപോലെ സ്ട്രെയിറ്റ് ലൈൻ ആവുന്നില്ല, ചിലർ ഇങ്ങനെ മാറിപ്പോകുന്നുണ്ട്, ഡിവൈഡ് ചെയ്യുന്നുണ്ട് അവരുടെ പാത്ത്. ഓക്കെ, ചിലർ സ്ട്രെയിറ്റ് ലൈൻ ആവുന്നില്ല. ഇനി മറ്റു ചിലരാണെങ്കിൽ വന്നിട്ട് വളരെ കൂടുതലായിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നു. ഓക്കെ, ചില ആൾക്കാർ മൈനർ ഡീവിയേഷൻ ആണ്. ചില ആൾക്കാർ ആദ്യം ആൽഫ സോഴ്സിൽ നിന്നുള്ള ആൽഫ റേസ് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ട്, ദെൻ മൈനർ റിഫ്ലക്ഷൻ സംഭവിക്കുന്നുണ്ട്, ദെൻ മേജർ റിഫ്ലക്ഷൻ സംഭവിക്കുന്നുണ്ട്. ഈ 3 രീതിയിലാണ് ഡിഫ്ലക്ഷൻ നടക്കുന്നത്. ഓക്കെ, സോ യു ഒബ്സർവ് ദാറ്റ് മോസ്റ്റ് ഓഫ് ദ ആൽഫ റേസ് പാസ്ഡ് ദ സ്ട്രെയിറ്റ് ലൈൻ. ഗോൾഡ് ഫോയിലിൽ തട്ടി സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് ഏറ്റവും കൂടുതലും സ്ട്രെയിറ്റ് ലൈൻ ആണ് പോകുന്നത്. ദെൻ സെക്കൻഡ് ഒബ്സർവേഷൻ, ദ ആൽഫ റേസ് ആർ ഡിഫ്ലക്റ്റഡ് സ്മോൾ ആംഗിൾസ്. ചെറിയ റിഫ്ലക്ഷൻസ് ഇവിടെ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, ദേ ആർ റിഫ്ലക്റ്റഡ് ഇൻ സ്മോൾ ആംഗിൾസ് ആൻഡ് ഫ്യൂ പാർട്ടിക്കിൾസ് വെയർ ഡിഫ്ലക്റ്റഡ് ഇൻ ലാർജ് ആംഗിൾ. ചില ആൾക്കാർ ലാർജ്ലി ഡിഫ്ലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 3 ഒബ്സർവേഷൻസ് ആണ് റൂദർഫോർഡ് ആൽഫ പാർട്ടിക്കിൾ അല്ലെങ്കിൽ ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റിന്റെ അകത്ത് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇനി ഇതിൻ്റെ അകത്തു നിന്നുള്ള റിസൾട്ട് വെച്ചിട്ടാണ് അടുത്ത ഒരു കൺക്ലൂഷൻ റൂദർഫോർഡ് കൊണ്ടുവരുന്നത്, which means that the alpha ray scattering experiment explained Rutherford in 1911, it is considered as the another model that proposed by Rutherford. Okay, so here Rutherford മനസ്സിലാക്കിയ കാര്യം, atoms which contains there is a dense charged region located at center. നിങ്ങൾ ഒരുപാട് ഡീപ്പായിട്ട് ഈ എക്സ്പെരിമെന്റിലേക്കോ മറ്റു കാര്യങ്ങളിലേക്കോ പോകേണ്ട, നമുക്ക് അത്രയും പഠിക്കാനില്ല. സിംപ്ലി ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ആറ്റം കണ്ടെയ്ൻസ്, ഒരു ആറ്റം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു വലിയ ലാർജ് സ്ഫിയർ ഓഫ് പോസിറ്റീവ് ചാർജ് ഒന്നുമല്ല. ദർ ഇസ് എ പോസിറ്റീവ്ലി ചാർജ്ഡ് റീജിയൻ ലൊക്കേറ്റഡ് ഇൻ ദ സെന്റർ. ഓക്കെ, സെന്ററിലാണ് ഈ പറയുന്ന ലാർജ്ലി പോസിറ്റീവ് ആയിട്ടുള്ള കോൺസെൻട്രേറ്റഡ് റീജിയൻ ഉള്ളത്. ആൻഡ് ദാറ്റ് ഇസ് കോൾഡ് ന്യൂക്ലിയസ്. ബയോളജിയിൽ പഠിക്കുന്ന ന്യൂക്ലിയസ് അല്ല കേട്ടോ ഇത് കെമിസ്ട്രിക്കകത്ത ന്യൂക്ലിയസ്. ഓക്കെ, so positively charged region that is located at the center, that is called a nucleus. Then all positive charge of an atom and most of its mass contains in the nucleus. ഈ ന്യൂക്ലിയസ് പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള സെന്റർ ആണ്. ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ചാർജ് ഉള്ളത് അല്ലെങ്കിൽ അതിന്റെ ആ ഒരു സെല്ലിന്റെ മാസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ന്യൂക്ലിയസിലാണ്. ഓക്കെ, ആൻഡ് ദ റെസ്റ്റ് ഓഫ് ആറ്റം മസ്റ്റ് ബി എംപ്റ്റി. റുദർഫോർഡ് മോഡൽ അനുസരിച്ച് റുദർഫോർഡ് ഈ രീതിയിലാണ് ആറ്റത്തിന്റെ സ്ട്രക്ചറിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതായത് ഒരു സ്മോൾ ന്യൂക്ലിയസ്, പോസിറ്റീവ്ലി ചാർജ്ഡ് ന്യൂക്ലിയസ് ആറ്റത്തിന്റെ സെന്ററിൽ ഉണ്ടായിരിക്കും. ആറ്റത്തിന്റെ പുറമേയുള്ള കുറേ ഭാഗം അല്ലെങ്കിൽ ന്യൂക്ലിയസിന്റെ പുറമേയുള്ള കുറേ ഭാഗം എം ഡി ആയിരിക്കുകയും അതിന്റെ ഏറ്റവും ഔട്ടർ ഭാഗത്തായിട്ടായിരിക്കും ഈ പറയുന്ന ഇലക്ട്രോൺസ് ഉള്ളത് എന്നാണ് റൂദർഫോർഡ് പറയുന്നത്. ഓക്കെ, തോംസൺ മോഡലിന്റെയും റൂദർഫോർഡ് മോഡലിന്റെയും ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത ഞാൻ പറയാണ്. സോ ദ റെസ്റ്റ് ഓഫ് ആൻ ആറ്റം ഇറ്റ് മസ്റ്റ് ബി എം ഡി സ്പേസ്. സോ അതാണ് ഇവിടെ എം ഡി സ്പേസ് ആണ്. ന്യൂക്ലിയസ് കഴിഞ്ഞാൽ കുറേ അധികം എം ഡി സ്പേസ് ഉണ്ട്. ആൻഡ് മച്ച് സ്മോൾ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഇലക്ട്രോൺസ് ആർ ഓൾസോ പ്രസന്റ് ഇൻ ദ സർഫസ്. ആൻഡ് ഇത് റൂദർഫോർഡിന്റെ ആറ്റം മോഡലാണ് ഇവിടെ പറയുന്നത്. ഇനി ഈ റൂദർഫോർഡ് ആറ്റം മോഡലിന്റെ എക്സ്പ്ലനേഷൻ ആണ്, നമ്മുടെ ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ പറയുന്നത്. സോ ഈ രീതിയിലാണ് ചാർജ് ഡിഫ്ലക്ട് ചെയ്ത് പോയിരിക്കുന്നത്. അതായത് നമ്മുടെ ആൽഫ റേസ് മൂവ് ചെയ്തപ്പോൾ കുറേ അധികം റേസ് സ്ട്രെയിറ്റ് ലൈൻ ആണ് എന്ന് പറഞ്ഞതിന്റെ കാരണം ദാ നോക്കിക്കേ, ഈ എം ഡി സ്പേസിലൂടെയാണ് ഈ റേസ് പോയത്. എം ഡി സ്പേസ് എന്ന് പറയാൻ കാരണം അവിടെ വേറെ ചാർജസ് ഒന്നുമില്ല ഈ ആൽഫ റേസുമായിട്ട് കൊളൈഡ് ചെയ്യാൻ. അതുകൊണ്ടാണ് ഇവര് നേരെ പോയത്. കണ്ടോ, ഇടയിലുള്ള സ്പേസിൽ കൂടെയാണ് നേരെ പോയത്. അപ്പോൾ കുറേ അധികം റേസ് അവിടെ സ്ട്രെയിറ്റ് ലൈൻ ആയതിന്റെ കാരണം ആറ്റത്തിന്റെ അകത്തെ സൈഡ് കുറേ അധികം എം ഡി ആണ് എന്ന് മനസ്സിലാക്കുന്നു ഇത് വെച്ചിട്ട്.
ഓക്കെ, അതുകൊണ്ടാണ് കുറേ അധികം റേസസ് സ്ട്രെയിറ്റ് ലൈൻ ആയത്. 2 ചെറിയ ഡിഫ്ലക്ഷൻ വന്നു എന്ന് പറഞ്ഞു. ചെറിയ ഡിഫ്ലക്ഷൻ വന്നത് മിക്കപ്പോഴും ഈ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ വന്നപ്പോഴാണ് ചെറിയ ഡിഫ്ലക്ഷൻ ഇവിടെ സംഭവിച്ചത്. ദെൻ അതേപോലെ മറ്റ് ഇലക്ട്രോൺസും മറ്റ് ചാർജസുമായിട്ട് ആൽഫ റേസ് കൊളൈഡ് ചെയ്തപ്പോൾ ലാർജ്ലി ഇത് ഡിഫ്ലക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന നെഗറ്റീവ്ലി പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള റേസ് ചാർജ് പാർട്ടിക്കിൾസുമായിട്ട് കൊളൈഡ് ചെയ്തപ്പോഴാണ് നമ്മുടെ ആൽഫ റേസ് സ്ട്രെയിറ്റ് ലൈൻ മാറി അവർ റിഫ്ലക്ട് ചെയ്തത്. ലാർജ് സ്കെയിലിനും അതേപോലെ മൈനർ റിഫ്ലക്ഷനും ഒക്കെ അവർക്ക് സംഭവിച്ചത്. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ കാര്യം ഒന്നുകൂടെ കൺക്ലൂഡ് ചെയ്യാണ്. സോ ദ ആൽഫ പാർട്ടിക്കിൾസ് ആർ പാസിംഗ് ത്രൂ ദ ആറ്റം, ദ റീജിയൻ ഓഫ് electrons would straight line without any deflection, and the positive that close to the positively charged nucleus, they are deviated from their path and very few particles collide with the nucleus and few of them rebound. തിരിച്ചു വന്നു. And we can imagine the size of nucleus. നിങ്ങൾ ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ആൽഫ റേ എക്സ്പെരിമെൻ്റ് എന്താണ് എന്ന് മനസ്സിലാക്കണം, എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുക. ദെൻ അതിൻ്റെ ബാക്കിയായിട്ടുള്ള റൂദർഫോർഡ് ആറ്റം മോഡലിലെ കൺക്ലൂഷൻസ് മനസ്സിലാക്കുക. ഇനി റൂദർഫോർഡ് ആറ്റം മോഡലിൽ പറഞ്ഞപ്പോൾ കുറേയധികം ഡ്രോബാക്സ് ഉണ്ടായിരുന്നു. കുറേ കാര്യങ്ങൾ, പുതിയ കാര്യങ്ങൾ ഡിസ്കവർ ചെയ്തുവെങ്കിലും കുറേ കാര്യങ്ങൾ റൂദർഫോർഡിനെ എക്സ്പ്ലെയിൻ ചെയ്യാതെ വന്നു, ചെയ്യാൻ പറ്റിയില്ല. സോ ആ ഡ്രോബാക്സ് നോക്കുകയാണെങ്കിൽ ഹി അണേബിൾ ടു എക്സ്പ്ലെയിൻ ദ സ്റ്റെബിലിറ്റി ഓഫ് ആൻ ആറ്റം. ഒരു ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി, സ്റ്റേബിൾ ആണോ അല്ലയോ എന്നൊന്നും പറഞ്ഞില്ല. ചാർജസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പോസിറ്റീവ് ചാർജ് ഉണ്ട്, നെഗറ്റീവ് ചാർജ് ഉണ്ട്. ഇത് പോസിറ്റീവ് ചാർജ് കൂടുതലാണോ നെഗറ്റീവ് ചാർജ് കൂടുതലാണോ, എങ്ങനെയാണ് ഇലക്ട്രോൺസ് പ്രോട്ടോൺസ് പോസിറ്റീവ്ലി ചാർജറും നെഗറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾസ് ആറ്റത്തിൻ്റെ അകത്തുള്ളത്, സ്റ്റെബിലിറ്റി എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ആൻഡ് the Rutherford model is also does not explain about the way of electrons are distributed in the nucleus. And another drawback, inability to explain relationship between the atomic mass and atomic number. Atomic massum atomic numbeറും തമ്മിൽ എങ്ങനെയാണ് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് റൂദർഫോർഡ് പറയാൻ പറ്റിയില്ല. ഓക്കെ, റൂദർഫോർഡ് അറ്റോമിക് മോഡലിൻ്റെ ഈ ഡ്രോബാക്സിൻ്റെ ഒക്കെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, സോ ഇവിടെ അറ്റോമിക് നമ്പറും അതേപോലെ അറ്റോമിക് മാസും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റിയില്ല. പക്ഷേ ഈ പ്രോബ്ലം എപ്പോഴും സോൾവ് ചെയ്തതെന്ന് വെച്ചാൽ ചാൾസ് ഡാർവിൻ ഹി ഡിസ്കവേർഡ് ന്യൂട്രോൺ ഇൻ ആറ്റം. ഒരു അൺചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിളിനെ ചാൾവിക്ക് കണ്ടുപിടിച്ചതോടുകൂടി ഈ ഒരു ഇഷ്യൂ ഇവിടെ മാറി. ഓക്കെ, നമ്മുടെ ഓൺലി എക്സ്പെരിമെൻറ്റ്സിനൊക്കെ നമുക്ക് മനസ്സിലായ ഒരു കാര്യം, ചാർജ്ഡ് പാർട്ടിക്കിൾസും അൺചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസും ആറ്റത്തിലുണ്ടായിരുന്നു. ഏതൊക്കെയാണ് എന്നായിരുന്നു നമ്മുടെ ഡൗട്ട്. പക്ഷേ അതെല്ലാം ഇപ്പോൾ സോൾവ് ആയി. ഓക്കെ, ബോർ ആറ്റം മോഡലിന്റെ പോസ്റ്റ്ലേറ്റ്സിൽ ഏറ്റവും ആദ്യം പറയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, റൂദർഫോർഡ് ആറ്റം മോഡലിൻ്റെ അകത്തുള്ള ഒരു ഡിഫക്റ്റ്, ഓക്കെ, ഒരു ഡ്രോബാക്ക് ആയിരുന്നു സ്റ്റെബിലിറ്റി ഓഫ് ആറ്റം. സോ ഈ സ്റ്റെബിലിറ്റി ഓഫ് ആറ്റം എന്ന് വെച്ചാൽ, സോ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഡൗട്ട്, എങ്ങനെയാണ്, ഇതാണ് നമ്മുടെ ആറ്റത്തിലെ പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള ന്യൂക്ലിയസ്. ഓക്കെ, സോ ഇതാണ് അതിൻ്റെ ഔട്ടർ സർഫസ്. സോ ഇവിടെ ആദ്യം ഇവർ വിചാരിച്ചിരുന്നത് ഇലക്ട്രോൺ, ഈ ഇലക്ട്രോൺ ഇതേപോലെ സറൗണ്ട് ചെയ്ത് ഇതേപോലെയാണ് നെഗറ്റീവ് ചാർജ് ആയിട്ടുള്ള ഇലക്ട്രോൺ ഇതേപോലെ സറൗണ്ട് ചെയ്താണ് മൂവ് ചെയ്യുന്നത് എന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ ഇവിടെയുള്ള ഒരു പ്രശ്നം, ഈ ഒരു പോസിറ്റീവിന്റെ ചാർജിന് ചുറ്റും നമ്മുടെ നെഗറ്റീവ് ചാർജ് ആയിട്ടുള്ള ഇലക്ട്രോൺ ഇതേപോലെ സറൗണ്ട് ചെയ്ത് പോവുകയാണ് എങ്കിൽ ഈ മൂവ് ചെയ്യുന്ന പാർട്ടിക്കിളിന്റെ വെലോസിറ്റി ഗ്രാജുവലി കുറഞ്ഞിട്ട് അത് അവസാനം ന്യൂക്ലിയസിലേക്ക് തന്നെ വന്ന് വീഴാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അങ്ങനെ ഒരു കാര്യം വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മുടെ റൂദർഫോർഡ് ആറ്റം മോഡലിന് പറ്റിയില്ല. അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ബോർ ആറ്റം മോഡലാണ്. ഓക്കെ, റൂദർഫോർഡിന്റെ സ്റ്റെബിലിറ്റി ഓഫ് ആറ്റം എന്ന് പറയുന്ന കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ബോർ മോഡലാണ്. സോ ബോർ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, നീൽസ് ബോർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ബോർ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, ഇലക്ട്രോൺസ് മൂവ് ഇൻ എ ഡെഫിനിറ്റ് സർക്കുലർ പാത്ത്
ഓക്കെ, ദീസ് ആർ കോൾഡ് ഓർബിറ്റ്സ്. ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു സർക്കുലർ പാത്തിൽ കൂടെ മാത്രമേ ഈ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ആറ്റത്തിന് ഇത്രയും സ്റ്റെബിലിറ്റി ഉള്ളത്, അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി ഇല്ലാതായിപ്പോ. ഇനി ഈ പറയുന്ന സർക്കുലർ പാത്തിലെല്ലാം ഫിക്സഡ് എനർജി ഉണ്ടായിരിക്കും, അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ആൻഡ് ദിസ് ഇസ് അറൌണ്ട് ദ സെൻട്രൽ ഓഫ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിന് ചുറ്റും ഒരു സർക്കുലർ പാത്ത് ഉണ്ട്. ആ സർക്കുലർ പാത്തിൽ ഡെഫിനിറ്റ് എനർജി ഉണ്ട്. ഓക്കെ, ഇതിൽ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ ന്യൂക്ലിയസ് ഇതാണ്. ഈ ന്യൂക്ലിയസിന് ചുറ്റും ഇതിൻ്റെ ചുറ്റുമായിട്ടൊന്നുണ്ട്, ഇതിന് ചുറ്റുമുള്ള മറ്റൊരു സർക്കുലർ പാത്തുണ്ട്, അതിന് ചുറ്റും ഇതേപോലെ ഓർബിറ്റ്സുകൾ ഇങ്ങനെ ഉണ്ട്. സോ ഈ ഓർബിറ്റ്സിൽ ഓരോന്നിനും ഓരോ എനർജി ലെവലാണ്. ഓക്കെ, അത് നിങ്ങൾ അടുത്ത ഭാഗങ്ങളിൽ കൂടുതൽ മനസ്സിലാക്കും. ഇത്രയും മനസ്സിലാക്കുക, സിംപ്ലി ഓരോന്നിനും ഓരോ എനർജി ലെവലായിരിക്കും ഉണ്ടാകുന്നത്. അതായത് നമ്മുടെ സോളാർ സിസ്റ്റം, സണ്ണിനെ സറൗണ്ട് ചെയ്യുന്ന പ്ലാനറ്റ്സ് ആണ് നമുക്കുള്ളത്. അവർക്ക് ഓരോരുത്തർക്കും ഓരോ പർട്ടിക്കുലർ ഓർബിറ്റുകളിലാണ് അവർ റൊട്ടേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്ത് പറ്റും, ഇവർക്കൊരു പ്രോപ്പർ സർക്കുലർ പാത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ പറ്റും, ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് ഇടിക്കില്ലേ, കൊളൈഡ് ചെയ്യില്ലേ. അതാണ് അതിൻ്റെ അകത്തെ പ്രശ്നം. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഓരോരുത്തർക്കും സോളാർ സിസ്റ്റം പോലെ തന്നെ പ്ലാനറ്റ്സ് സണ്ണിനെ സറൗണ്ട് ചെയ്യുന്നത് പോലെ തന്നെ ന്യൂക്ലിയസ് ആണ് ഇവിടെ സണ്ണ്. ഈ ന്യൂക്ലിയസിനെ സറൗണ്ട് ചെയ്തിട്ടാണ് പ്ലാനറ്റ്സ് പോലെ നമ്മുടെ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി. ഓക്കെ, ഇനി സിമിലർ ടു പ്ലാനറ്റ്, certain circular path around the nucleus allow for the electrons move, and these are called orbits and energy level. And electron moving on the orbit does not radiate. ഓക്കെ, ഈ പറയുന്ന ഇലക്ട്രോൺസ് ഒരിക്കലും റേഡിയേഷൻ വികിരണങ്ങൾ അവിടെ ഉണ്ടാക്കുന്നില്ല. ഇൻ അതർ വേർഡ്, ഇറ്റ് ഡസ് നോട്ട് ലൂസ് എനർജി. റേഡിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിലുള്ള എനർജി പുറത്തേക്ക് കളയുക എന്നുള്ളതാണ്. റേഡിയേഷൻ സംഭവിക്കുക എന്നുള്ളത് അങ്ങനെയൊന്നും ഇവിടെ സംഭവിക്കുന്നില്ല. അതുകൊണ്ട് അവരുടെ എനർജി അതേപോലെ തന്നെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നുണ്ട്. ആൻഡ് ദിസ് ഇസ് കോൾഡ് സ്റ്റേഷനറി സ്റ്റേറ്റ് ഓർ സ്റ്റേഷനറി ഓർബിറ്റ്. ഈ സ്ഥിരമായിട്ടുള്ള ഈ ഒരു സർക്കുലർ ഓർബിറ്റുകളിൽ മാത്രമേ നമുക്ക് ഇലക്ട്രോൺ സർക്കിൾ ചെയ്യുന്നത്, സറൗണ്ട് ചെയ്യുന്നത് കാണാൻ പറ്റുള്ളൂ. ആൻഡ് ദിസ് ഇസ് വൺ ഓഫ് ദ സ്റ്റേബിൾ ആൻഡ് വെൽ ഡിഫൈൻഡ് സ്റ്റേറ്റ്മെന്റ് ഓർ postulates about the stability of an atom. Okay, അപ്പോൾ ഇവിടെ later the concept of circular path it's proposed by both. It was not adequate and it's modified energy shell with a definite energy. ഓരോ കാലം കഴിയുന്നതോറും പഠനങ്ങൾ കൂടുതലാവും. ഓക്കെ, അതേപോലെ തന്നെ ചോദ്യങ്ങളും കൂടുതലാവും. എങ്ങനെ സർക്കുലർ പാത്തിലാണ്, എനർജി ലെവൽ എങ്ങനെയാണ്, ഇങ്ങനെയുള്ളതെല്ലാം ചോദ്യങ്ങളുണ്ടാവും. സോ വീണ്ടും ഈ പറയുന്ന പോസ് മോഡലിനെ വീണ്ടും മോഡിഫൈ ചെയ്യേണ്ടതായിട്ട് വരും, ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. സോ സർക്കുലർ ഓർബിറ്റ് ഇസ് എ 2-dimensional. ഓക്കെ, 2 ഡയമെൻഷനാണ് അവർക്കുള്ളത്. സോ ദ ഷെൽ ഈസ് 3-dimensional. സർക്കുലർ ഓർബിറ്റ് 2-dimensional ആണ് എങ്കിൽ ഷെല്ല് 3-dimensional ആണ്. നമുക്ക് നോക്കാം. ദ ഷെൽസ് ആർ ഡെഫിനിറ്റ് എനർജി ദാറ്റ് റെപ്രസെന്റഡ് ബൈ ലെറ്റേഴ്സ്. നമുക്ക് ഓരോ ഷെല്ലുകളെ പറയുന്നത് ഓരോ എനർജി ലെവലുകളാണ് ഓരോ ഷെല്ലുകൾ. ഓക്കെ, അപ്പോൾ ഈ എനർജി ലെവലുള്ള ഷെൽ എന്ന് പറയുന്നത് 3-dimensional ആണ്. പക്ഷേ സർക്കുലർ ഓർബിറ്റ് എന്ന് പറയുന്നത് ഡെഫിനിറ്റ് എനർജിയുള്ള 2-dimensional ആയിട്ടുള്ള റീജിയൻസ് ആണ്. സോ ഇവിടെ ഈ എനർജിയെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്, ഓരോ സർക്കുലർ പാത്തിലും എനർജി ഉണ്ട്. ഈ എനർജിയെ നമ്മൾ ഷെല്ലുകളായിട്ട് കണക്കാക്കുന്നു. ഈ ഷെല്ലുകളെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് KLMN എന്നുള്ള ലെറ്റേഴ്സ് വഴിയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ആൻഡ് ദർ ഇസ് എ പോസിറ്റീവ് ഇൻഡിജേഴ്സ് 1, 2, 3 എക്സെട്ര. അതായത് ഫസ്റ്റ് ഷെല്ല് K ഷെല്ലിൻ്റെ അകത്ത് ഒരു ഇലക്ട്രോണ്, L ആണെങ്കിൽ 2, M ആണെങ്കിൽ N എന്നുള്ള. വൺ സെക്കൻഡ്, നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക. നമ്മൾ എനർജി ലെവൽസ് അനുസരിച്ച് ഷെല്ലുകളെ KLMN എന്നുള്ള രീതിയിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ആൻഡ് പോസിറ്റീവ് ഇൻഡിജേഴ്സ് ആയിട്ടുള്ള 1, 2, 3 എന്നുള്ള രീതിയിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു. ഓക്കെ, അത്രയും മതി. ആൻഡ് ദിസ് എനർജീസ് ഇൻക്രീസസ് വിത്ത് എ നമ്പർ ഓഫ് N. N എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നമുക്ക് നോക്കാം. N. ഓക്കെ, ഈ നമ്പർ N ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ദ ലെവൽ ഓഫ് ലോവസ്റ്റ് എനർജിയാണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത്. ലോവസ്റ്റ് എനർജി ആയിട്ടുള്ള 1 ആണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺ ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻ ഈച്ച് ഷെൽ
is given by 2n square, which is a number of where n is the number of level. Okay, see 2n square എന്നുള്ള രീതിയിൽ ആണ് നമുക്ക് മാക്സിമം ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ പറയുന്ന ഷെല്ലുകളിൽ. ഈ 2 എന്ന് പറയുന്നത് n ആണ് കാണിക്കുന്നതെങ്കിൽ അത് ലോവസ്റ്റ് എനർജി ലെവലാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷനിലേക്ക് നമുക്ക് ഇടുവാണെങ്കിൽ 2 into 1 square that is equal to 2. ഓക്കെ, ഇത് ലോവസ്റ്റ് എനർജി ലെവലാണ്. ഇതെവിടെ ദ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ക്യാൻ ബി അക്കോമഡേറ്റ് ഇൻ ഈച്ച് സെൽ. ഈച്ച് ഷെല്ലിലും നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോൺസിന്റെ നമ്പർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഇത്. ഓക്കെ, അപ്പോൾ എന്നാണ് നമ്മുടെ ഇലക്ട്രോൺസിന്റെ നമ്പർ. ഇനി മറ്റൊരു എക്സാമ്പിൾ n എന്ന് പറയുന്നത് സി ഡിഫൈൻ ആസ് 4. n എന്ന് പറയുന്നത് 4 ആണെങ്കിൽ ഈ ഇക്വേഷൻ പ്രകാരം 2n സ്ക്വയർ ദാറ്റ് ഈസ് 2 into 4 4ന്റെ സ്ക്വയർ എത്രയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്? ദാറ്റ് ഈസ് 2 into 16 which means 32 അല്ലേ? ഈ രീതിയിൽ നിങ്ങൾക്ക് അക്കോമഡേറ്റ് ചെയ്യാം. ഞാൻ മറ്റൊരു എക്സാമ്പിൾ കാണിക്കാം. പക്ഷേ ഇവിടെ എന്നിന്റെ നമ്പർ 3 ആണെന്ന് വയ്ക്കുക, അല്ലെങ്കിൽ എന്നിന്റെ നമ്പർ 2 ആണെങ്കിൽ ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് ഇത് ഡിഫൈൻ ചെയ്യാം? 2n സ്ക്വയർ എന്ന നമ്പറിൽ എന്ന ഇക്വേഷൻ പ്രകാരം എത്ര ഷെല്ലുകളിൽ എത്ര ഇലക്ട്രോൺസ് അക്കോമഡേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. സോ n ആണ് നമ്മുടെ നമ്പർ എങ്കിൽ 2n സ്ക്വയർ പ്രകാരം 2 into 3 സ്ക്വയർ വിച്ച് മീൻസ് 2 into 9 that is 18. ഓക്കെ, 18 നമ്പർ ഓഫ് ഇലക്ട്രോൺസ് നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും ഒരു ഷെല്ലിൻ്റെ അകത്ത്. ഇനി 2 ആണെങ്കിൽ 2n സ്ക്വയർ പ്രകാരം 2 into 2 സ്ക്വയർ ദാറ്റ് ഈസ് 2 into 4 8 ആയിരിക്കും. ഈ രീതിയിലാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ എന്നെ നിങ്ങൾക്ക് തരും, നിങ്ങൾക്ക് എക്സാമിനാണെങ്കിലും എന്നെ തരും. അത് വെച്ചിട്ട് നിങ്ങൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്ര വെച്ച് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും ഓരോ ഷെല്ലിൽ എന്ന് നമുക്ക് തീരുമാനിക്കാം. ഇനി അപ്പോൾ ഫസ്റ്റ് ഷെല്ലിൻ്റെ അകത്തെ നമ്പർ 1 ആണെങ്കിൽ അതാണ് ലോവസ്റ്റ് എനർജി. മാക്സിമം എത്ര ഇലക്ട്രോണിനെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും? 2 ഇലക്ട്രോണിനെ. 2n സ്ക്വയർ എന്ന് പറയുന്ന ലോ അനുസരിച്ച് എന്ന് പറയുന്ന ഫോർമുല അനുസരിച്ച് നമുക്ക് 2 ഇലക്ട്രോൺസിനെ ആയിരിക്കും ഇവിടെ നമ്പർ മീൻസ് ഷെല്ലിൻ്റെ അകത്ത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത്. എങ്ങനെ? n എന്ന് പറയുന്നത് 1 ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്തത്. ഓക്കെ, ഇനി സെക്കൻഡ് ഷെൽ ആണെങ്കിലോ ദാറ്റ് ഈസ് n equal to 2 ആണെങ്കിൽ 8 ഇലക്ട്രോൺ നമ്മൾ കണ്ടുപിടിച്ച പോലെ. അങ്ങനെ ഈച്ച് ഷെല്ലും ഓരോ സബ് ഷെല്ലുകളായിട്ട് ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കും. അതിന് നമുക്ക് സബ് ഷെല്ല് എന്നും പറയാം. ഓക്കെ, ഫസ്റ്റ് ഷെല്ല്, സെക്കൻഡ് ഷെല്ല്, അങ്ങനെ ഓരോരോ സെല്ലുകൾ ഉണ്ടായിരിക്കും. അതിനെ സബ് ഷെല്ല് എന്ന് നമുക്ക് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പോസ്റ്റ്ലേറ്റ് സ്റ്റെബിലിറ്റിയെ പറ്റിയായിരുന്നു പറഞ്ഞത്. ഇനി സെക്കൻഡ് പോസ്റ്റ്ലേറ്റ്. സോ പോസ്റ്റ്ലേറ്റ്സ് പറയുന്നതിന് മുമ്പ് ഞാൻ ഒന്ന് റെപ്രസെന്റ് ചെയ്ത് കാണിക്കാം. എന്താ, ഇതാണ് നമ്മുടെ പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂക്ലിയസ്. ഓക്കെ, പോസിറ്റീവ് ആയിട്ട് ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസിന്റെ ചുറ്റുമായിട്ടാണ് ഇതേപോലെ KLMN എന്നുള്ള സബ് ഷെല്ലുകൾ നമുക്ക് കാണാൻ പറ്റുന്നത്. ഓരോന്നിനും ഓരോ എനർജി ലെവലാണ്. സോ K എന്ന് പറയുന്നത് നമ്മൾ n equal to 1 എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് ലെവൽ ഓഫ് എനർജി, സെക്കൻഡ് എനർജി ലെവൽ നമ്മൾ L ആയിട്ട്, ദെൻ തേർഡ് M, ഫോർത്ത് വൺ N. ഓക്കെ, ഈ രീതിയിലായിരിക്കും ഇതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. 2 into n സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ n 2 3 4 എന്നുള്ളത് കൊടുത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാം എത്ര ഇലക്ട്രോൺസ് ഈ പറയുന്ന ഓരോ ഷെല്ലിൻ്റെ അകത്തും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. ഓക്കെ, അപ്പോൾ ഈ n ഷെൽ എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ളതിൽ വെച്ച് ലാർജസ്റ്റ് എനർജി ലെവൽ ഉള്ളതാണ്. സോ ഇതിൻ്റെ അകത്ത് എത്ര ഇലക്ട്രോൺസിനെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാം? 32 ഇലക്ട്രോൺസിനെ ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാം. ഓക്കെ, അതേസമയം ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള എനർജി ലെവലിലുള്ള സബ് ഷെല്ലാണ് K ഷെല്ലിൻ്റെ അകത്ത് മാക്സിമം നമുക്ക് 2 എണ്ണത്തിനെയാണ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുക. അതിൽ കൂടുതൽ അവിടെ ഇരിക്കത്തില്ല. അതിൽ കൂടുതൽ വേണമെങ്കിൽ നമ്മൾ നേരെ അടുത്ത സബ് ഷെല്ലിലേക്ക് പോകണം, എല്ലിലേക്ക് പോകണം. ഓക്കെ, ഇതാണ് സ്റ്റെബിലിറ്റി ഓഫ് ആറ്റത്തിനെ പറ്റി ഉള്ള ഒരു ഐഡിയ. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി നമ്മൾ സെക്കൻഡ് പോസ്റ്റിലേക്ക് പോകാം. സെക്കൻഡ് പോസ്റ്റിലേറ്റ്സ് പറയുന്നതെന്ന് വെച്ചാൽ the electrons can charge
ഇലക്ട്രോൺസ് ക്യാൻ ചേഞ്ച് ഇറ്റ് ഷെൽ. KLMN എന്ന് പറയുന്ന ഷെല്ല് അവർക്ക് ചേഞ്ച് ചെയ്യും. അല്ലെങ്കിൽ ദ ഷെൽ ഓർ എനർജി ലെവൽ അബ്സോർബിങ് ഓർ റിലീസിങ് എനർജി. ലോ എനർജി ടു ഹൈ എനർജി ലെവലിലാണല്ലോ ഇവരെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇനി ഇവർക്ക് ഈ പറയുന്ന എനർജി ലെവൽ ചേഞ്ച് ചെയ്യാം. എങ്ങനെ? എനർജി അബ്സോർബ് ചെയ്യോ എനർജി റിലീസ് ചെയ്തോ ഇവരുടെ എനർജി ലെവൽ ചേഞ്ച് ആവുമല്ലോ. കൂടുതൽ എനർജി അബ്സോർബ് ചെയ്തത് എന്താ പറ്റും? അവരുടെ എനർജി ലെവൽ കൂടും. റിലീസ് ചെയ്യുകയാണെങ്കിൽ അവർ എനർജി ലെവൽ താഴും. ഓക്കെ, അപ്പോൾ ലോവർ സ്റ്റേറ്റ് ഓഫ് എനർജിയിൽ നിൽക്കുന്ന ഒരാൾ എനർജി അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ അവർ ഹയർ സ്റ്റേറ്റിലേക്ക് പോകും. ഹയർ സ്റ്റേറ്റിൽ നിന്നുള്ള ആൾ എനർജി റിലീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ ലോവർ സ്റ്റേറ്റിലേക്ക് വരും. ക്ലിയർ? ഇനി ഒരു ഇലക്ട്രോൺ ഇപ്പം ലോവർ സ്റ്റേറ്റിലേക്ക് നിൽക്കുക, അതിനെ നമുക്ക് EI എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. കുഴപ്പമില്ലല്ലോ. ഓക്കെ, ലോവർ എനർജി ലെവലിലാണ് നമ്മുടെ ഇലക്ട്രോൺ നിൽക്കുന്നത്. ഓക്കെ, ഇനി ഇറ്റ്സ് ഗോ ടു ഹയർ സ്റ്റേറ്റ് ഓഫ് എനർജി ബൈ EF. അതിനെ നമുക്ക് EF എന്ന് റെപ്രസെന്റ് ചെയ്യാം, എനർജി അബ്സോർബ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ by absorbing a single photon of energy given by, that is energy equal to, ഒരു ഫോട്ടോന്റെ എനർജിയാണ് ഈ HV എന്നതുകൊണ്ട് കാണിക്കുന്നത് എന്ന് വെച്ചാൽ, ഒരു ഇലക്ട്രോണിന്റെ എനർജി എന്ന് വെച്ചാൽ നമുക്ക് ഹൈ എനർജി, അതായത് അബ്സോർബ് ചെയ്ത എനർജി മൈനസ് ലോവർ എനർജി സ്റ്റേറ്റ്. അബ്സോർബ് ചെയ്ത എനർജി എത്രയാണോ അതും ലോവർ എനർജി എത്രയാണോ അത് തമ്മിൽ മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടില്ലേ ഒരു ഇലക്ട്രോണിന്റെ ചാർജ്. അല്ലെങ്കിൽ സിംപിളി നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക, ഹയർ എനർജി ലെവലിലിരുന്ന ഒരു ഇലക്ട്രോൺ റിലീസ് ചെയ്ത അല്ലെങ്കിൽ ഒഴിവാക്കി കളഞ്ഞ എനർജി ലെവലും ലോവർ സ്റ്റേറ്റിൽ ഇരുന്ന ഒരു ഇലക്ട്രോൺ അബ്സോർബ് ചെയ്ത എനർജിയും തമ്മിൽ മൈനസ് ചെയ്താൽ നമുക്ക് ആ ഇലക്ട്രോണിന്റെ എനർജി കിട്ടത്തില്ലേ. സിംപിളി ഇത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ ഇലക്ട്രോണിന്റെ എനർജി ലെവൽ മനസ്സിലാക്കുന്നത്. ആൻഡ് അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ, സോ ഒരു ലോവർ സ്റ്റേറ്റിലുള്ള ഇലക്ട്രോൺ എനർജി അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹയർ സ്റ്റേറ്റിലേക്ക് പോകും. ഹയർ സ്റ്റേറ്റിൽ ഇരിക്കുന്നത് എനർജി ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ലോവർ സ്റ്റേറ്റിലേക്ക് വരും. ഓക്കെ, അത് നമുക്ക് മനസ്സിലാക്കാം ഈ സെക്കൻഡ് പോസ്റ്റ്ലേറ്റ്സ് വെച്ച്. ഓക്കെ, നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഇത്രയും മനസ്സിലാക്കാനുള്ളൂ. ഓക്കെ, ദെൻ സിമിലർലി വെൻ ഇലക്ട്രോൺ ചേഞ്ചസ്, ഓക്കെ, ഈ രീതിയിലായിരിക്കും ഇവർക്ക് എനർജി ലെവൽ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത്. അതേപോലെ ഈ ഇലക്ട്രോൺസിന്റെ ഷെല്ല്, അതായത് ഹയർ ഇനിഷ്യൽ ലെവൽ ഓഫ് എനർജി എന്ന് പറയുന്നത് EI, ദാറ്റ് ഈസ് ഇനിഷ്യൽ എനർജി. ഇനി ലോവർ ലെവലിലേക്ക് വരുവാണെങ്കിൽ, ഓക്കെ, ഫൈനൽ ലെവൽ ഓഫ് എനർജി എന്ന് പറയുന്നത് EF ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, ഇത് ഫൈനൽ, EF എന്ന് പറയുന്ന ഫൈനൽ, EI എന്ന് പറയുന്ന ഇനിഷ്യൽ. സോ എ സിംഗിൾ ഫോട്ടോൺ ഓഫ് എനർജി ഈസ് റിലീസ്ഡ്. എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? ഹയർ എനർജി ലെവൽ ടു ഹയർ എനർജി ലെവൽ മൈനസ് ഇനിഷ്യൽ എനർജി ലെവൽ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ഒരു ഇലക്ട്രോൺ ഉണ്ടായിരുന്ന ചേഞ്ച് നമുക്ക് മനസ്സിലാവുമല്ലോ. ഓക്കെ, ഇത്രയും പറഞ്ഞ കാര്യം ഒന്ന് ചുരുക്കി ഒന്ന് പറയുകയാണ്. സി, ഇതാ നോക്കിക്കേ, ഇതാണ് നമ്മുടെ ആറ്റം. ഈ ആറ്റത്തിന്റെ N1, N2, N3 മൂന്നെണ്ണം കാണിച്ചിട്ടുണ്ട്. 3 സബ് ഷെല്ലുകൾ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ലെവൽ ഓഫ് എനർജി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിലേക്ക് പോകുന്നതിനനുസരിച്ച്, ഓരോ ഷെല്ലുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് എനർജി അവിടെ ഇൻക്രീസ് ചെയ്യാണ്. അതേപോലെ 3യിൽ നിന്നും 1ലേക്ക് വരുവാണെങ്കിൽ എനർജി ലോസ് ആവുകയാണ്. എനർജി ലോസ് ആവുന്നത് എപ്പോഴാ? ഒരു ഫോട്ടോൺ ഓഫ് വിത്ത് എനർജി എമിറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, ഓക്കെ, അവർ റിലീസ് ചെയ്ത് കളയുക എന്നുണ്ടെങ്കിൽ അവരുടെ എനർജി ലോസ് ആവുകയാണ്. സോ ഹയർ എനർജിയിൽ നിന്നും അവർക്ക് ലോവർ എനർജിയിലേക്ക് ചേഞ്ച് ചെയ്യാം. അതേപോലെ തന്നെ ലോവർ സ്റ്റേറ്റിലുള്ള അല്ലെങ്കിൽ ഇനിഷ്യൽ ലെവലിലുള്ള ഒരു ഇലക്ട്രോൺ ഒരു ഫോട്ടോൺ എനർജി അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ എനർജി ലെവൽ കൂടുകയും അവർ ഈ പറയുന്ന ഹയർ ലെവലിലേക്ക് ചേഞ്ച് ചെയ്യാനും ചാൻസസ് ഉണ്ട്. ഇത്രയേ ഉള്ളൂ സെക്കൻഡ് പോസ്റ്റ്ലേറ്റ്സ് പറയുന്നത്. ഓക്കെ, ഇലക്ട്രോൺ ക്യാൻ ചേഞ്ച് ദ എനർജി ലെവൽ ആൻഡ് ദ ഷെൽസ്. ഓക്കെ, അപ്പോൾ ഈ എമിറ്റ് ചെയ്യുന്ന ഫോട്ടോണിന്റെ എനർജി എന്ന് പറയുന്നത് HV എന്നാണ്. E = HV, എനർജി ഓഫ് ഫോട്ടോൺ = H/V. അത്രയും മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, എനർജി അബ്സോർബ് ചെയ്യുന്നതിനനുസരിച്ച് ഇലക്ട്രോൺസിന്റെ എനർജി ലെവലിനുണ്ടാവുന്ന മാറ്റവും അവരുടെ ഷെല്ലുകളിലേക്ക് അവർ എത്രത്തോളം ചേഞ്ച് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യമാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. അടുത്തത് ന്യൂട്രോണിന്റെ ഡിസ്കവറിയിലേക്ക് നമ്മൾ പോകുന്നത്. ന്യൂട്രോൺ നമ്മൾ പറഞ്ഞു, ന്യൂട്രോൺ ചാഡ്വിക് ആണ് കണ്ടുപിടിച്ചത്. സോ ഇവിടെ റുദർഫോർഡ് ആറ്റം മോഡലിന്റെ പ്രധാനപ്പെട്ട ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്
unable to explain the relationship between mass number and atomic mass and atomic number. ഇത് കണ്ടുപിടിക്കാനായിട്ട് റൂദർഫോർഡിന് പറ്റിയില്ല, അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു ഇൻഫോർമേഷനും കൊടുക്കാനായിട്ട് പറ്റിയില്ല. കാരണം ഇലക്ട്രോണും പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണും മാത്രമല്ല ആറ്റത്തിലുള്ളതെന്ന് നമുക്ക് നേരത്തെ അറിയാം. മറ്റെന്തോ ചില പാർട്ടിക്കിൾസും കൂടെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായിരുന്നു. അതെന്താണെന്ന് കണ്ടുപിടിക്കാൻ റൂദർഫോർഡിന് പറ്റിയില്ല. അതുകൊണ്ടാണ് റൂദർഫോർഡ് എന്ത് ചെയ്തത്, ഈ എക്സ്പെരിമെന്റിൽ ഫെയിൽ ആയിപ്പോയത്. ഓക്കെ, സോ റൂദർഫോർഡ് ആറ്റം മോഡൽ ഉപയോഗിച്ചാണെങ്കിൽ ഈ ഹീലിയത്തിന്റെ ആറ്റം, ഓക്കെ, ഹീലിയം ആറ്റത്തിന്റെ അകത്ത് 2 പ്രോട്ടോണുകളാണ് ഉള്ളത്. പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള 2 അറ്റോമിക് പാർട്ടിക്കിൾസ് ആണ് ഉള്ളത്. അതേപോലെ തന്നെ ഇറ്റ് ഷുഡ് ബി ഡബിൾ ദാറ്റ് ദ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഹൈഡ്രജൻ ആറ്റത്തിന്റെ നോക്കുകയാണെങ്കിൽ 1 പ്രോട്ടോണേ ഉള്ളൂ. അപ്പോൾ അതായത് ഇവിടെ മാസ് അറ്റോമിക് നമ്പർ റേഷ്യോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ആക്ച്വൽ റേഷ്യോ എന്ന് പറയുന്നത് നമ്മുടെ ഹീലിയം ആറ്റത്തിന്റെ മാസും ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസും നമുക്ക് എങ്ങനെ എഴുതാം, 4:1 എന്നുള്ള രീതിയിൽ എഴുതാം. ഇതിനെ നമ്മൾ 4:1, കാരണം 2 പ്രോട്ടോൺ അവിടെയുണ്ട്, ഹൈഡ്രജൻ ആണെങ്കിൽ 1 പ്രോട്ടോണേ ഉള്ളൂ. അത് നമുക്ക് 4:1 എന്നുള്ള റേഷ്യോ ആണ് അന്ന് നമ്മുടെ റൂദർഫോർഡ് സജസ്റ്റ് ചെയ്തത്. പക്ഷേ അപ്പോഴും ഓൾറെഡി അറിയായിരുന്നു അവിടെ ചില അൺചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയായിരുന്നു. സോ ഈ സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ് എല്ലാം ന്യൂക്ലിയസിൻ്റെ അകത്താണ് ഉള്ളത്. സോ ന്യൂക്ലിയസിൻ്റെ അകത്ത് ഈ പറയുന്ന പ്രോട്ടോൺ അല്ലാതെ മറ്റേതോ ഒരു മാസം കൂടെ ഉണ്ട്. ആൻഡ് സച്ച് പാർട്ടിക്കിൾസ് ഇസ് ഡിസ്കവേർഡ് ബൈ ചാഡ്വിക് 1932. ഇവിടെ ഈ 4:1 എന്ന് പറയുന്ന റേഷ്യോ വെച്ച് നമുക്ക് അറ്റോമിക് നമ്പറോ അറ്റോമിക് മാസോ തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ഓക്കെ, അതായത് കണക്ക് ബാലൻസ് ആവുന്നില്ലായിരുന്നു. അതായിരുന്നു പ്രശ്നം. ഓക്കെ, സിംപ്ലി അത്രയും മനസ്സിലാക്കുക. ഇനി ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓൾറെഡി നേരത്തെ അറിയാമായിരുന്നു ചാർജ്ഡ് പാർട്ടിക്കിളും അൺചാർജ്ഡ് പാർട്ടിക്കിളും ഉണ്ടെന്നറിയായിരുന്നു. ചാർജ്ഡ് പാർട്ടിക്കിൾ നേരത്തെ തന്നെ നമ്മൾ കണ്ടുപിടിച്ചു. പക്ഷെ അൺചാർജ്ഡ് പാർട്ടിക്കിൾ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷെ അവർക്കും ഈ പറയുന്ന അറ്റോമിക് മാസിലും അറ്റോമിക് നമ്പറിലും എന്തോ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടെന്നറിയാം. അപ്പോൾ ഈ പറയുന്ന റൂദർഫോർഡ് മോഡല് കറക്റ്റ് ആവുന്നില്ല. ഇനി ചാഡ്വിക്ക് അൺചാർജ്ഡ് ആയിട്ടുള്ള ന്യൂട്രോൺ കണ്ടുപിടിച്ചു 1932 ആയപ്പോൾ. സോ ഇവിടെ there was found to be electrically neutral and named as neutron. നിങ്ങൾ ഇത് പഠിച്ചിരിക്കണം. ന്യൂട്രോൺ ആരാ കണ്ടുപിടിച്ചത്, ഇലക്ട്രോൺ ആരാ കണ്ടുപിടിച്ചത്, പ്രോട്ടോൺ ആരാണ് കണ്ടുപിടിച്ചത്. ഓക്കെ, എന്നൊരു കോഡുണ്ട്, ഞാൻ പറഞ്ഞുതരാം. സോ ഈ ന്യൂട്രോൺസ് ആർ പ്രസന്റ് ഇൻ ദ ന്യൂക്ലിയസ് ഓഫ് ഓൾ ആറ്റംസ് എക്സെപ്റ്റ് ഹൈഡ്രജൻ. ഹൈഡ്രജന്റെ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവരുടെയും ന്യൂക്ലിയസിന്റെ അകത്തായിരിക്കും നമ്മുടെ ന്യൂട്രോൺ ഉള്ളത്. ഓക്കെ, ഇനി a neutron is represented as n and it found to be slightly higher than proton. പ്രോട്ടോണിനേക്കാൾ കുറച്ച് വലിപ്പം കൂടുതലായിരിക്കും നമ്മുടെ ന്യൂട്രോണിൽ. ആൻഡ് this is the helium atom contain 2 proton 2 electron in the nucleus. ആണ് നമ്മുടെ പ്രശ്നം. ഓക്കെ, ഹീലിയം ആറ്റത്തിന് നമ്മുടെ റൂദർഫോർഡ് കണ്ടുപിടിച്ചത് 2 പ്രോട്ടോണേ ഉള്ളൂ. പക്ഷേ ഇവിടെ 2 പ്രോട്ടോൺ മാത്രമല്ല 2 ന്യൂട്രോണും ഉണ്ട്. ഓക്കെ, ആൻഡ് ദ മാസ് റേഷ്യോ ഓഫ് ഹീലിയം ടു ഹൈഡ്രജൻ 4:1 കുഡ് ബി എക്സ്പ്ലെയിൻഡ്. നമ്മൾ അറ്റോമിക് നമ്പർ ആൻഡ് അറ്റോമിക് മാസിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ദ ന്യൂക്ലിയസ് ഓഫ് ആൻ ആറ്റം contains the positively charged particles called protons and the neutral charged particles that's called neutrons. ആൻഡ് അപ്പോൾ ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസിലുള്ള സാധനങ്ങളാണ് ഈ പ്രോട്ടോണും ന്യൂട്രോണും. ദെൻ ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ ആറ്റം കോൾഡ് അറ്റോമിക് നമ്പർ. പ്രോട്ടോണിന്റെ നമ്പർ ആണ് നമ്മൾ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. പ്രോട്ടോണിന്റെ നമ്പർ അറ്റോമിക് നമ്പർ ആണെങ്കിൽ നമുക്ക് അതിനെ Z എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള പാർട്ടിക്കിൾസിന്റെ നമ്പറാണ്. അറ്റോമിക് നമ്പർ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ദാറ്റ് ഈസ് അറ്റോമിക് നമ്പർ ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ ദ ന്യൂക്ലിയസ് ഓഫ് ആൻ ആറ്റം. ഇനി ഇലക്ട്രോൺസ് ദാറ്റ് ഓക്കുപൈ ദ സ്പേസ് ഔട്ട്സൈഡ് ഓഫ് ദ ന്യൂക്ലിയസിന്റെ ഔട്ട്സൈഡ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കി.